ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ക്രിസ്ത്യാനികൾക്ക് നൊയമ്പ് തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ്. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ നമുക്ക് വേറൊരു ഒഴിച്ചു കൂട്ടാനോ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാകും. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മുരിങ്ങക്ക മീഡിയം വലിപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. നാടൻ മുരിങ്ങക്കായാണ് കേട്ടോ, നല്ല ഫ്രഷ് മുരിങ്ങക്കായുമാണ്. പിന്നെ ഒരു വലിയ സവാള വേണം, സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ കൂടുതൽ മസാലകളൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് വളരെ നല്ല ഗുണമുള്ളൊരു വെജിറ്റബിളാണ്. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേക്കും മുരിങ്ങയ്ക്കും കൂടി വേണ്ട ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് ആ മുരിങ്ങയ്ക്കും കൂടി വേണ്ട ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് സവാളയുടെ കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കൂടുതൽ എരിവ് വേണ്ടവർ റെഡ് ചില്ലി പൗഡർ മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക, ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. വേപ്പില ചേർത്തതിന് ശേഷം ഈ മസാല എല്ലാം കൂടി ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വേപ്പിലയൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് കുക്കാവും. വേപ്പിലയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വേപ്പിലയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. മുരിങ്ങയ്ക്ക വേകാനുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ചിലർ മുരിങ്ങയ്ക്ക വേറെ വേവിച്ചിട്ട് ചേർക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ മസാലയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേവിച്ച മുരിങ്ങയ്ക്ക ഇതിലേക്ക് ചേർത്തിട്ട് 1 മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിച്ചാൽ മസാലയൊക്കെ അതുമേൽ പിടിക്കും. ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് പാത്രവും കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഒരു പാത്രം തന്നെ മതിയാകും. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുക. മുരിങ്ങയ്ക്ക നമ്മൾ ചാറിന് അരിയുന്നത് പോലെ വലുതാക്കി അരിയരുത് കേട്ടോ. സാമ്പാറിലൊക്കെ ചേർക്കുന്നത് പോലെ അല്ല, ഇതിൽ ചേർക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിടണം. മുരിങ്ങക്കയുടെ അളവനുസരിച്ച് മുളക് പൊടിയും മസാലകളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ സവാളയും. ഞാനിത് 2 മുരിങ്ങക്ക ആയതുകൊണ്ടാണ് ഒരു വലിയ സവാള എടുത്തത്. കുറച്ച് കൂടുതൽ ഗ്രേവി ഉണ്ടെങ്കിലാണ് ഇതിന് നല്ലത്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിനിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നല്ല പൊതിഞ്ഞിരിക്കുന്ന പാകം വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. ഞാനിത് പച്ച നിറം മാറുന്നതിന് മുന്നേ തന്നെയാണ് മുരിങ്ങയ്ക്ക എടുക്കുന്നത്. കൂടുതൽ വെന്താൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ വിറ്റാമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അതിൻ്റെ തനതായ കളറ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ കുറച്ചുകൂടി കൂടുതൽ വേകണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ. പിന്നെ തേങ്ങ അരച്ചൊക്കെ വെക്കണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രോസസ്സ് ഉണ്ട്.
ഇതാകുമ്പോൾ വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എണ്ണ കുറച്ചുകൂടി കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ടിഫിൻ ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.